It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. സുപ്രധാനമായ അതിപ്രധാനമായ പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നടത്തിയത്. ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു. രാത്രി മുതൽ ആരംഭിച്ച ചർച്ചയാണ് ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നേടിക്കഴിഞ്ഞു. ഇനി വെടിനിർത്തൽ ഇന്ത്യക്ക് പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു മടിയുമില്ല, അതിൽ തെറ്റുമില്ല. കാരണം ഇന്ത്യ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്താണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ DGMO എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ DGMOയെ ഉച്ചകഴിഞ്ഞ് 3:35 വിളിച്ചിരുന്നു. കര, നാവിക, വ്യോമ മേഖലകളിൽ വെടിവയ്പും സൈനിക നടപടികളും ഇന്ന് 5 മണി മുതൽ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ബന്ധപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ഇരു DGMOകളും വീണ്ടും ചർച്ച നടത്തും. Good evening, ladies and gentlemen. I have a very brief statement to make. Following that, as you know, there will be a briefing by my colleagues from the military. The Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. 12-ന് ഉച്ചയ്ക്ക് വീണ്ടും ചർച്ച നടത്തി വെടിനിർത്തൽ നീട്ടണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നീട്ടുമെന്ന കാര്യം സംശയമേ വേണ്ട. കാരണം വെടിനിർത്തൽ പാകിസ്ഥാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നർത്ഥം. പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു. കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ, യുദ്ധം അവസാനിക്കാൻ, അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നീളാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയത്, ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയത് എന്നർത്ഥം. ഇന്ത്യയെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക. അത് ഇന്ത്യ നേടിയിരിക്കുന്നു. പിന്നീട് പാകിസ്ഥാൻ ഭാഗത്തു നിന്നാണ് പ്രകോപനമുണ്ടായത്. ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയത്. അപ്പോഴും സിവിലിയൻ കേന്ദ്രങ്ങളിൽ, സാധാരണക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താതിരിക്കാൻ ഇന്ത്യ നല്ല ജാഗ്രത പുലർത്തിയിരുന്നു. അതിൻ്റെ ഫലം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയായിരുന്നില്ല. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എന്നതും നാം കണ്ടതാണ്. പാകിസ്ഥാനെ പോലെ ഒരു തെമ്മാടി രാഷ്ട്രമല്ല ഇന്ത്യ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ ഇടയാക്കിയതും. ഇന്നലെ രാത്രി മുതൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ മുൻകൈയിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായും ചർച്ച നടത്തി എന്ന് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. അത് എത്രമാത്രം ശരിയാണോ അല്ലയോ എന്നറിയില്ല. ഇന്ത്യ അത് സംബന്ധിച്ച് ഇതുവരെയും സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ത്യ പറഞ്ഞത് ഒരു മധ്യസ്ഥനും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ രാജ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും യുദ്ധം അവസാനിച്ചു, സംഘർഷം അവസാനിച്ചു, താൽക്കാലികമായെങ്കിലും അവസാനിച്ചു. അത് ഇനി തുടരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.